ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത് ഇത് ടാറ്റയുടെ ടിഗോർ ആണ് വണ്ടി. അപ്പോൾ ഇതിന്റെ കസ്റ്റമർ കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോളിന്റെ സ്മെല്ല് വരുന്നുണ്ടെന്നാണ് കസ്റ്റമറുടെ കംപ്ലൈന്റ്. അപ്പോൾ വണ്ടി നിർത്തിയിട്ടേക്കുമ്പോഴും ഓടിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ചില സമയങ്ങളിൽ നല്ല രീതിയിലുള്ള സ്മെല്ല് വരുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടിക്ക് വെളിയിൽ ഇറങ്ങുമ്പോൾ നല്ല രീതിയിലുള്ള പെട്രോളിന്റെ സ്മെല്ല് നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ അത് എന്താണ് കംപ്ലൈന്റ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എൻജിൻ റൂമിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എൻജിൻ റൂമിൽ നമ്മൾ മെയിൻ പൈപ്പ്, റെയിലിലോട്ട് പോകുന്ന മെയിൻ പൈപ്പ്, ഇതാണ് മെയിൻ പൈപ്പ് നോക്കേണ്ടത്. അപ്പോൾ ഈ പൈപ്പിൽ താഴെയായിട്ട് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റില്ല, നമുക്ക് വണ്ടിക്ക് അടിയിലോട്ട് ഇറങ്ങിയിട്ട് അവിടെ പെട്രോളിന്റെ ഒരു ചെറിയ ലീക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കാം. ഇതാണ് ഇതിന്റെ മെയിൻ പൈപ്പ്, റെയിലിലോട്ട് പോകുന്ന മെയിൻ പൈപ്പിന്റെ കണക്ഷൻ വരുന്നത്. നേരെ ടാങ്ക് വരെ ഈ പൈപ്പിന് നീളമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടിയുടെ അടിയിൽ ഇറങ്ങി നോക്കാം. അപ്പോൾ നമ്മളിപ്പോ വണ്ടിയുടെ അടിയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ട്യൂബ് വരുന്നത് ഈ കാണുന്ന ട്യൂബാണ് ഇതിന്റെ മെയിൻ പൈപ്പ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് നോക്കുന്ന സമയത്ത് ഇവിടെ ചെറിയ പെട്രോളിന്റെ മയം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാല് പെട്രോളാണിത് ഇങ്ങനെ കലിച്ച് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ അതായത് ഇങ്ങോട്ട് വന്നിട്ട് പ്ലാസ്റ്റിക് ആണ്. പ്ലാസ്റ്റിക് വന്നിട്ട് ഇവിടെ ഒരു ചെറിയൊരു ജോയിന്റ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ജോയിന്റിന്റെ അവിടെ നിന്നാണ് ലീക്ക് വരുന്നതെന്നാണ് തോന്നുന്നത്. എല്ലാം പെട്രോളിന്റെ മയാണ് താഴോട്ട് നമ്മൾ ഒലിച്ച് കിടക്കുന്ന പാട് കാണാനായിട്ട് സാധിക്കും. എന്തായാലും നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഒന്ന് സ്റ്റാർട്ട് ചെയ്യോ? നമ്മളിപ്പോ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പെട്രോൾ ഇവിടെ വന്ന് ഇങ്ങനെ ചെറിയ കലിപ്പിൽ ഇങ്ങനെ വന്ന് നിറയുന്നത് കാണാനായിട്ട് സാധിക്കും. അതായത് ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടാണ് പെട്രോൾ ഇങ്ങനെ ഒലിച്ച് വരുന്നത്. നോക്കിയാൽ മനസ്സിലാവും. ഈ ഭാഗത്ത് ഇങ്ങനെ പെട്രോൾ തെരുവൊക്കെ ഒലിച്ച് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിതിന്റെ ഈ പൈപ്പ് നോക്കുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് മെറ്റൽ പൈപ്പാണ് വരുന്നത്. അതായത് ഇവിടെ വരെ ഒരു പ്ലാസ്റ്റിക് ഹോൾഡിങ് വരും, ഇവിടെ ഒരു ജോയിന്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ താഴോട്ട് വരുമ്പോൾ ഇവിടെ വന്നിട്ട് ഇത് ഒരു ജോയിന്റ് കണക്ഷൻ വരുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ ഇത് മെറ്റൽ പൈപ്പാണ് വരുന്നത്. ആ ഭാഗത്ത് ജോയിന്റിന്റെ ഭാഗത്ത് നല്ല ലീക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഭാഗത്തോട്ട് ഇത് പെട്രോളാണ് ഇങ്ങനെ ഒലിച്ച് ഇങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ പൈപ്പ് നേരെ വരുന്നിട്ട് ഇത് ഇങ്ങനെ മെയിൻ പൈപ്പ് ഇങ്ങനെ കണക്ട് ആയിട്ട് നേരെ ഒറ്റ പൈപ്പാണ്. ഇത് നേരെ ബാക്കിലോട്ടാണ് ഈ പൈപ്പ് പോകുന്നത്. നേരെ ബാക്കിൽ വന്നിട്ട് ഇവിടെയാണ് ഇത് കണക്ട് ആവുന്നത്. ഓക്കെ, അപ്പൊ ലീക്ക് നമുക്ക് ഒന്നുകൂടെ നോക്കാം. നമുക്ക് നല്ല രീതിയിൽ ആ ജോയിന്റിന്റെ ഭാഗത്തുനിന്ന് ലീക്ക് ആവുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പൊ എന്തായാലും നമുക്ക് ആ പെട്രോൾ പൈപ്പ് അഴിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഈ പൈപ്പ് മെയിൻ പൈപ്പ് അഴിച്ചെടുക്കാനായിട്ട് ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഭാഗം വരുന്നു, ഇവിടെ അതേപോലെ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡുണ്ട്. ഇത് രണ്ടും കൂടെ പ്രസ് ചെയ്തിട്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഈ ടൈപ്പ് ക്ലിപ്പ് ഒരു ശകലം പാടായിരിക്കും നമുക്ക് ഊരിയെടുക്കാനായിട്ട്. നമ്മളിപ്പോൾ ഊരി എടുത്തിട്ടുണ്ട്. അതായത് ഈ രണ്ട് സൈഡും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ രണ്ട് സൈഡും പ്രസ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ വികസിച്ച് കഴിഞ്ഞാൽ ലോക്കാന്ന് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഊരിയെടുക്കാം. ഇനി നമുക്ക് അതിന്റെ ബാക്കിയുള്ള കണക്ഷനും കാര്യങ്ങളും എല്ലാം ഇതിന്റെ ക്ലിപ്പിന്റെ നിന്നൊക്കെ വിടിയിച്ചിട്ട് ആ പൈപ്പ് നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ ഈ ഒരു കണക്ടറിൽ നിന്ന് വിട്ടിട്ടുണ്ട്. പൈപ്പ് നമ്മൾ മാറുമ്പോൾ എപ്പോഴും കറക്റ്റ് പൊസിഷൻ നോക്കി വെക്കുക. ആ പൊസിഷനിൽ കൂടെ തന്നെ കയറ്റിയിടാൻ ശ്രമിക്കുക. നമ്മളിപ്പോ ഇവിടെ നിന്നുള്ള ആ ഒരു ജോയിന്റിന്റെ ആ ഒരു ക്ലിപ്പിൽ നിന്ന് വിടിയിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ ഓൾറെഡി വിടിയിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കണക്ഷനാണ് ഊരിയെടുക്കുന്നത്. ബാക്കിലോട്ട് വരുന്ന സമയത്ത് ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് അകത്തി കഴിഞ്ഞാൽ നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇത് വിടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പൈപ്പ് നമുക്ക് വിടിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഈ പൈപ്പാണ് നമുക്ക് മാറേണ്ടത്. അതേപോലെ തന്നെ ബാക്കിലോട്ട് വരുന്ന അതേ ക്ലിപ്പുകൾ അതേപോലെ നമുക്ക് പ്രസ് ചെയ്ത് ഊരിയെടുക്കാം. നമ്മളിപ്പോ ഇവിടുന്ന് ഇത്രയുള്ള കണക്ഷൻസ് ഇവിടുന്ന് ഈ ക്ലിപ്പിൽ നിന്ന് റിമൂവ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അയക്കേണ്ടത് ഈ ഒരു ഭാഗമാണ് അയച്ചെടുക്കേണ്ടത്. അതേ നമ്മൾ നേരത്തെ അയച്ച പോലെയുള്ള സെയിം ക്ലിപ്പ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഈ രണ്ട് ഭാഗത്ത് ഇവിടെ ഒരു വെള്ള പോലെ ഇരിക്കുന്ന ഭാഗം, അതുപോലെ തന്നെ ഇവിടെ വെള്ള പോലെ ഇരിക്കുന്ന ഭാഗത്ത് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ അകലുന്നത് ഇതിനുള്ളിൽ അകലുന്നത് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ അകന്നിട്ടുണ്ട്. ഇതുപോലെ ഊരി എടുക്കുക. അപ്പോൾ ഈ റെയിലിനകത്ത് നിന്ന് പെട്രോളാണ് ഈ പോകുന്നത്.
നമ്മളിപ്പോൾ പെട്രോൾ പൈപ്പ് അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലീക്ക് കണ്ട ഭാഗം ഇതാണ് ഇതിന്റെ റെയിലിലോട്ട് പോകുന്ന ഭാഗം. അപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് ലീക്ക് നമ്മൾ കണ്ടത്. ഈ ജോയിന്റ് അവിടെ ലീക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ജോയിന്റ് നമ്മൾ ഇവിടുന്നേ ഇങ്ങനെ കരിച്ച് താഴോട്ട് വരുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ശരിക്കും ഇവിടെ അല്ല ശരിക്കും ലീക്ക് വന്നത്. ഈ ജോയിന്റിന് അവിടെ നിന്ന് ഇങ്ങോട്ട് തെറിച്ച് പോകുന്നതാണ് ആ ഒരു ലീക്ക് വരാനുള്ള കാരണം. ഈ ജോയിന്റ് നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് മെറ്റലാണ് വരുന്നത്. ഈ മെറ്റൽ വന്നിട്ട് നേരെ പ്ലാസ്റ്റിക് പൈപ്പിലോട്ട് വരുന്നിടത്തൊരു ജോയിന്റ് ഉണ്ട്. ആ ജോയിന്റിന്റെ അവിടെ നിന്നാണ് ആ ഒരു ലീക്ക് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ പുതിയ പെട്രോൾ പൈപ്പ് വാങ്ങേണ്ടതായിട്ടുണ്ട്. ഈ ജോയിന്റ് ആണ് മെയിൻ ആയിട്ട് വന്നേക്കുന്ന ഒരു വിഷയം വന്നേക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ പുതിയ പൈപ്പ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ സെയിം സോക്കറ്റ്, അതേ സെയിം അതിൻ്റെ ക്ലിപ്പ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതേപോലെ ടാറ്റയുടെ ഒറിജിനൽ ഹോസ് തന്നെയാണ് ഇത് വരുന്നത്. അതേപോലെയാണ് ഈ ജോയിന്റിന്റെ ഭാഗം വന്നിരിക്കുന്നത്. സെയിം ജോയിന്റ് തന്നെയാണ് വന്നേക്കുന്നത്. കാരണം ഇത് വലിയ കിലോമീറ്റർ ഒന്നും വണ്ടി ഓടിയിട്ടില്ല. ആകെ 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആവാനായിരിക്കും ചാൻസ് കൂടുതൽ. സെയിം ലെങ്ത്, അതേപോലെ തന്നെ സെയിം കണക്ഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്കിത് വണ്ടിയിൽ ഫിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിന് പുതിയ പൈപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കണക്ഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതേപോലെ പഴയ അതേ പൊസിഷനിൽ കൂടെ തന്നെ നമ്മൾ പൈപ്പ് കയറ്റിയിട്ടുണ്ട്. പൈപ്പ് കയറ്റിയിടുമ്പോൾ ഏതെങ്കിലും പൈപ്പായിട്ട് മുട്ടുന്നോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് കറക്റ്റായിട്ട് നോക്കുക. അതുപോലെ തന്നെ ചേസിൽ മുട്ടുന്ന പാടുണ്ടോ എന്നൊക്കെ നോക്കുക. ഇതിൽ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആ ക്ലിപ്പ് കറക്റ്റായിട്ട് തന്നെ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തെ ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മേളിൽ വരുന്ന ആ ഒരു ജോയിന്റ് കണക്ഷനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഹോസും കറക്റ്റായിട്ട് തന്നെ കയറ്റി ഇട്ടിട്ടുണ്ട്. 2 ക്ലിപ്പും കറക്റ്റായിട്ട് കയറ്റി. ഇനി നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ലീക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഇഗ്നിഷൻ ഒരു 4-5 വട്ടം ഇഗ്നിഷൻ ഓൺ ചെയ്തിട്ട് പമ്പ് ലോഡ് ആയതിനു ശേഷം മാത്രം സ്റ്റാർട്ട് ചെയ്ത്, ഇല്ലെന്നുണ്ടെങ്കിൽ ലോങ് റാങ്കിലേക്ക് പോകും. ഇത് സ്വിച്ച് സ്റ്റാർട്ട് വണ്ടി ആയതുകൊണ്ട് ലോങ് റാങ്കിലേക്ക് പോകും. ഇല്ലെങ്കിൽ പോലും നമ്മൾക്ക് ചാവി സ്റ്റാർട്ടിങ് ആണെന്നുണ്ടെങ്കിൽ കുറേ നേരം നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു 3 വട്ടം ഇഗ്നിഷൻ ഓൺ ചെയ്ത് 3, 4, 5 വട്ടം ഇഗ്നിഷൻ ഓൺ ചെയ്തതിന് ശേഷം മാത്രം വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മളിപ്പോൾ ഇഗ്നിഷൻ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് നമ്മൾ ഫിറ്റ് ചെയ്ത ഭാഗത്ത് ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ നമുക്ക് ആ ജോയിന്റിന്റെ ഭാഗത്ത് ലീക്ക് ഉണ്ടോ എന്ന് നോക്കാം. ഇത് നേരത്തെ കണ്ട ജോയിന്റ് ഈ ഭാഗത്തായിട്ടാണ്. ഈ ഭാഗത്തായിരുന്നു നമ്മൾ നേരത്തെ ലീക്ക് കണ്ടത്. ഭാഗത്ത് വേറെ ലീക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതുപോലെ തന്നെ ഇവിടെയും വേറെ ലീക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ടാറ്റ ടിഗോർ ആയിരുന്നു വണ്ടി. അപ്പോൾ ഇതിന്റെ കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോളിന്റെ സ്മെല്ല് വരുന്നു എന്നുള്ളതായിരുന്നു കസ്റ്റമർ കംപ്ലൈന്റ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു മെയിൻ റെയിലിലോട്ട് പോകുന്ന മെയിൻ പൈപ്പിന്റെ ഒരു മെറ്റൽ ടു പ്ലാസ്റ്റിക്കിന്റെ ജോയിന്റ് ഭാഗത്ത് വെച്ച് ലീക്ക് ആവുന്നുണ്ടായിരുന്നു. നമ്മളിപ്പോൾ അഴിച്ച് ആ കാര്യങ്ങളെല്ലാം കണ്ടതാണ്. അപ്പോൾ അവിടുന്ന് ലീക്ക് ആയിട്ടാണ് പെട്രോൾ വെളിയിലോട്ട് പൊക്കോണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പെട്രോൾ ലീക്ക് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ ശ്രദ്ധിക്കുക. കാരണം സൈലൻസറിന്റെ പോർഷൻ പോകുന്നത് അതാണ്. അപ്പോൾ നല്ല രീതിയിൽ പെട്രോൾ ലീക്ക് വന്നു കഴിഞ്ഞാൽ സൈലൻസറിലോട്ട് വേണ്ടിയിട്ട് പെട്ടെന്ന് വണ്ടി കത്തിപ്പിടിക്കാനുള്ള സാഹചര്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ പെട്രോൾ ലീക്ക് കറക്റ്റായിട്ട് തന്നെ ചെക്ക് ചെയ്ത് വിടുക. സ്മെല്ലുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ നോക്കി വിടുക. അപ്പോൾ ഇത് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആവാനായിരിക്കും ചാൻസ് കൂടുതൽ. കാരണം മെറ്റൽ ടു പ്ലാസ്റ്റിക്കിന്റെ ഭാഗത്താണ് ആ ലീക്ക് വന്നിരിക്കുന്നത്. വേറെ ഹോളോ കാര്യങ്ങളോ ഒന്നും അതിൽ ഇല്ല. അപ്പോൾ ടാറ്റ ടിഗോറിന്റെ പെട്രോൾ സ്മെല്ലിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.